ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും വന്നിരിക്കാൻ നമ്മുടെ ചാനലിലേക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മെഹുൽ എന്ന് പറഞ്ഞൊരു ഗെയിം, IQ ഗെയിമാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തോന്നാ ഡാൻസ് കളിക്കണം. ഓ ടയർ പഞ്ചറായി. എല്ലാവരും ലൈനായി പുറത്തേക്ക് ഇറങ്ങൂ. സ്പെഷ്യൽ മാംഗോ സർപ്രൈസ് കഴിക്ക. സർപ്രൈസ് പച്ചപ്പൊളിയും മുളകുമായിരുന്നു. കുട്ടികളെ തമാശ കാണി. അതെ, എല്ലാവരും ലൈനിൽ പോകൂ. ലക്ഷ്മി, ഇവിടെ നോക്ക്. ടൂറിസ്റ്റിന്റെ ടയേഴ്സ് ഇത്രയും വലുതായിരിക്കില്ല. ഏതെങ്കിലും ഹെവി ട്രക്ക് അകത്തേക്ക് പോയിട്ടുണ്ടാകും. എന്തോ പ്രോബ്ലം ഉണ്ട്. സോയ, ലക്ഷ്മി പെട്ടെന്ന് വരൂ. ലൈൻ മാറരുത്. ലക്ഷ്മി, ആ ട്രക്കിന്റെ അടയാളം നമ്മുടെ വഴിയുടെ പാരലലായാ പോകുന്നത്. ഏയ്, ടീച്ചർ കണ്ടാൽ ഉറപ്പായും വഴക്ക്. എനിക്കറിയാം എന്തിനാണ് എന്റെ പുറകെ പോണേന്ന്. വെറുതെ എന്റെ പുറകെ പോയി ഓരോ കേസുകൾ ഉണ്ടാക്കി നമ്മളോട്. വെറും 2 മിനിറ്റ്, എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. ഓ, ഇവിടെ വഴി സ്പ്ലിറ്റ് ആവുകയാണ്. ട്രക്ക് ഇവിടെ പോയി. ഇവിടെ ഒരുപാട് ടയേഴ്സിന്റെ അടയാളമുണ്ട്. സോയ, എല്ലാം മിക്സ് ആയിരിക്കുകയാണ്. എന്താ നിങ്ങൾക്ക് സോയെ ഹെൽപ്പ് ചെയ്യുവാൻ സാധിക്കുമോ? ഹെവി ട്രക്ക് ഏത് വഴിയിലൂടെ ആയിരിക്കും പോയിരിക്കുക? പാത്ത് എ ഓർ പാത്ത് ബി? ആൻസർ ഈസ് എ. കാരണം അത് അടിയിലേക്ക് കുറെ കുഴിഞ്ഞുപോയി. ടയേഴ്സിന്റെ പാട് പോലും കാണുന്നില്ല അതിന്റെ അർത്ഥം എ ഈസ് ദ ആൻസർ. സോറി, ബി 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 ആണ് വഴി. അത് കാണുമ്പോ തന്നെ അറിയാം ബി ആണ്. പാത്ത് ബി. നിനക്കെങ്ങനെ മനസ്സിലായി? സിമ്പിൾ ലോജിക് ലക്ഷ്മി. ട്രക്കിൽ ഒരുപാട് ഹെവി സാധനങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് പാത്ത് ബിയുടെ അടയാളം വളരെ ഡീപ്പാണ്. അതിന് താഴെയുള്ള കല്ലുകൾ പോലും പൊട്ടിയിട്ടുണ്ട്. പാത്ത് എ ഏതോ ചെറിയ ജീപ്പിന്റേതുമാണ്. ബാ സോയ, ബുദ്ധി പ്രവർത്തിക്കുന്നത് നിന്റേതാ, എന്നാൽ വിശക്കുന്നത് എനിക്കും. നടക്ക്, നോക്കാം മുന്നോട്ട് എന്താണെന്ന്. ലോജിക്കൽ ആർമി, നിങ്ങളുടെ ബുദ്ധിയും ഒരു ഡിറ്റക്റ്റീവിനെ പോലെ ഫാസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് നമ്മളോടൊപ്പം ഈ മിഷൻ സോൾവ് ചെയ്യൂ. സോയ, ഇതെന്താണ്? ഇത്രയും വലിയ മരം മുറിച്ചോ? ഇത് ഇല്ലീഗൽ ട്രീ കട്ടിംഗ് ആണ് ലക്ഷ്മി. ഇതൊരു സാധാരണ മരമല്ലായിരുന്നു. ഡിസൈൻ നല്ലതാണ്, പക്ഷെ ഇതിൽ ഇത്രയും അധികം സർക്കിൾസ് എന്തിനാണ്? ഇതിനെ ട്രീ റിംഗ്സ് എന്ന് പറയുന്നു. ഒരു മരം എല്ലാ വർഷവും ഒരു പുതിയ റിംഗ് ഉണ്ടാക്കുന്നു. സയൻസിൽ ഇതിന്റെ സ്റ്റഡിയെ ഡെൻഡ്രോക്രോണോളജി എന്ന് പറയുന്നു. 100 വർഷം പഴക്കമുള്ള മരം. ഈ സ്മഗ്ലേഴ്സിനെ ഞാൻ ജീവിതകാലം മുഴുവനും അവർ ഓർത്തിരിക്കുന്ന തരത്തിൽ മുളക് തീറ്റിക്കും. ആദ്യം നമുക്ക് തെളിവുകൾ വേണം. ഇവിടെ സൂക്ഷിച്ചു നോക്ക്. അവർക്ക് എന്തെങ്കിലും വിട്ടുപോയി കാണും. ഇതെന്താണ് ലക്ഷ്മി? ഇത് സ്മഗ്ലേഴ്സിന്റെ മാപ്പാണെന്ന് തോന്നുന്നു. ഇതിൽ അടുത്ത മരങ്ങളുടെ ലൊക്കേഷൻ ആയിരിക്കും. സോയ, ലക്ഷ്മി, നിങ്ങൾ എവിടെയാ അപ്രത്യക്ഷമായത്? ഓ നോ, മാഡത്തിന്റെ റഡാർ ഓൺ ആയിരിക്കുന്നു. പിടിക്കപ്പെട്ടാൽ ട്രിപ്പിൽ നിന്ന് പുറത്താക്കും. ഓടൂ. ലൈനിൽ നിന്നും പുറത്തു പോകരുതെന്ന് പറഞ്ഞിരുന്നല്ലേ? സ്കൂൾ മുഴുവനും നിങ്ങൾ കാരണം വെയിറ്റ് ചെയ്യുകയാണ്. എവിടെയായിരുന്നു നിങ്ങൾ രണ്ടുപേരും? അത് മാഡം, അത് എന്റെ സ്പെഷ്യൽ ചോള ഭട്ടൂര റോൾ കുറ്റിച്ചെടികൾക്കിടയിൽ വീണുപോയി. വളരെ വില കൂടിയതായിരുന്നു. ഞാനും സോയയും അത് നോക്കുകയായിരുന്നു. എന്നാൽ ഒരു കുരങ്ങൻ വന്ന് അത് എടുത്തുകൊണ്ടുപോയി. അതെ മാഡം, കുരങ്ങൻ വളരെ ഫാസ്റ്റ് ആയിരുന്നു. എന്നെ വട്ടാക്കരുത്. മിണ്ടാതെ ലൈനിന്റെ എൻഡിൽ വന്ന് നിൽക്ക്. ഒരു തവണ കൂടി കാണാതായാലുണ്ടല്ലോ, നേരെ ബസ്സിൽ ഇരുത്തി തിരിച്ചു പറഞ്ഞു വിടും. കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ലക്ഷ്മി, ഇത് നോർമൽ മാപ്പല്ല. സ്മഗ്ലേഴ്സ് തന്റെ അടുത്ത ടാർഗറ്റ് ഒരു ഗ്രിഡ് കോഡിൽ ഒളിപ്പിച്ചിരിക്കുകയാണ്. ഗ്രിഡ് കോഡ്
എനിക്ക് കുറച്ച് ബോക്സും ആരോസും കാണുന്നത്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ ഗ്രിഡ് ട്രാക്ക് ചെയ്യുവാൻ സാധിക്കുമോ? എക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഡയറക്ഷൻസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ സ്മഗ്ലേഴ്സിന്റെ അടുത്ത ടാർഗറ്റ് എന്തായിരിക്കും? സെക്ടർ എ, ബി ഓർ സി? A. A. A is the answer. A ആണ് ആൻസർ. കാരണം നേരെ ആരോട്ടേക്കണ എയിലേക്കാണ്. നമ്മൾ എക്സിൽ നിന്ന് 3 ബ്ലോക്ക് നോർത്ത്, 2 ബ്ലോക്ക് ഈസ്റ്റ്, 1 ബ്ലോക്ക് സൗത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ സെക്ടർ ബിയിൽ എത്തിച്ചേരും. ദി ഓൾഡ് ബ്രിഡ്ജ്. സെക്ടർ ബി എന്നാൽ ദി ഓൾഡ് ബ്രിഡ്ജ് ഇവിടെ നിന്ന് 5 മിനിറ്റ് ദൂരത്തിലാണ്. സോയ, ബുദ്ധി ഉപയോഗിക്കുന്നത് നിർത്തി പെട്ടെന്ന് കോൾ ചെയ്യ്. ഹലോ സോയ, സ്കൂൾ ട്രിപ്പ് എങ്ങനെയുണ്ട്? മെഹുൽ സർ, ട്രിപ്പിൽ ഒരു വലിയ പ്രോബ്ലം ഉണ്ടായിരിക്കുന്നു. നമ്മൾ ഗ്രീൻവുഡ് നേച്ചർ റിസർവിലാണ്. ഇവിടെ ഇല്ലീഗൽ ട്രീ കട്ടിംഗ് നടക്കുക. എനിക്ക് സ്മഗ്ലേഴ്സിന്റെ മാപ്പ് കിട്ടി. അവരുടെ അടുത്ത ടാർഗറ്റ് സെക്ടർ ബി, അതായത് ദി ഓൾഡ് ബ്രിഡ്ജ്. വാട്ട്? 100 വർഷം പഴക്കമുള്ള മരങ്ങളുള്ള കാട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. ഈ സ്മഗ്ലേഴ്സ് വളരെ അപകടകാരികളായിരിക്കുവാൻ സാധ്യതയുണ്ട്. നീയും ലക്ഷ്മിയും ഓൾഡ് ബ്രിഡ്ജിന് അടുത്തേക്ക് പോകരുത്. ഇതെന്റെ ജോലിയാണ്. ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യും. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? മെഹുൽ സർ നമ്മളെ മിഷനിൽ നിന്ന് പുറത്താക്കി. എല്ലാ രസവും നശിപ്പിച്ചു. സർ പറഞ്ഞത് ഓൾഡ് ബ്രിഡ്ജിലേക്ക് പോകരുതെന്നാണ്. പക്ഷെ ദൂരെ നിന്ന് നിശബ്ദമായി നിരീക്ഷിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞില്ല. ഏയ്, 15 മിനിറ്റായി. മെഹുൽ സർ സെക്ടറിൽ എത്തിക്കാണും. നമുക്ക് പോകണം. എങ്ങനെ പോകാനാ? മാഡം, CCTV ക്യാമറ പോലും നമ്മളെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതും അല്പം അനങ്ങിയാൽ പോലും പിടിക്കും. ലക്ഷ്മി, നിന്റെ ഉള്ളിലുള്ള പ്രാങ്സ്റ്റർ ഒരു ചെറിയ സയൻസ് എക്സ്പെരിമെന്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്ങനെയുള്ള എക്സ്പെരിമെന്റ്? പേപ്പർമെന്റ് കാൻഡി കാർബണേറ്റ് കോളയിലിട്ടാൽ കാൻഡിയുടെ റഫ് സർഫേസ് ഒരു ന്യൂക്ലിയേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നു. എല്ലാ ഗ്യാസും ഒറ്റയടിക്ക് പുറത്തേക്ക് വരുന്നു. ഒരു നീളമുള്ള സോഡ വോൾക്കാനായി മാറുന്നു. മനസ്സിലായി? മാഡത്തിന്റെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. കൊക്കക്കോള. സുനാമി വന്നു. ഓടൂ. എന്റെ ദൈവമേ, ഇതെന്താ നടക്കുന്നത്? ചിണ്ടു, പുറകിലേക്ക് മാറ്. മിഷൻ സക്സസ്ഫുൾ. വരൂ സോയ, ഓടൂ. മൂന്ന് വഴി, മൂന്നിലും ട്രക്കിന്റെ മാർക്സ് ഉണ്ട്. സ്മഗ്ലേഴ്സ് ഏത് വഴിയിലൂടെ ആയിരിക്കും സെക്ടർ ബിയിലേക്ക് പോയത്? സെക്ടർ ബി അല്ലെങ്കിൽ എ. സ്മഗ്ലേഴ്സിന്റെ പഴയ ഹെവി ട്രക്ക് എഞ്ചിൻ ഓയിൽ ലീക്ക് ചെയ്യുകയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ ഓയിൽ റെയിൻബോയെ പോലെ തിളങ്ങുന്നത്? ഈ സയൻസിനെ തിൻ ഫിലിം ഇന്റർഫറൻസ് എന്ന് വിളിക്കുന്നു. ഓയിൽ വെള്ളത്തിൽ വീഴുമ്പോൾ അതൊരു ചെറിയ കനം കുറഞ്ഞ ലെയർ ഉണ്ടാക്കുന്നു. സൺലൈറ്റ് ഈ കനം കുറഞ്ഞ ലെയറിൽ അടിക്കുമ്പോൾ ലൈറ്റ് റൈസ് പരസ്പരം കൂട്ടിമുട്ടി സ്പ്ലിറ്റ് ആകുന്നു. അങ്ങനെ നമ്മൾ റെയിൻബോ കളേഴ്സ് കാണുന്നു. ഓയിൽ ഇപ്പോഴും ചൂടും ഫ്രഷുമാണ്. അതായത് ട്രക്ക് വെറും 2 മിനിറ്റ് മുന്നിലാണ്. മിഡിൽ പാത്ത് ശരിയായ വഴിയാണ്. ലക്ഷ്മി, ഇത് പെട്രോളാണ്. നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കും. വെള്ളമില്ലേ മൊത്തമാണ്. എനിക്ക് ഇവരുടെ ട്രക്കിന്റെ നമ്പറും ഫേസും കിട്ടി. ഇത് പെർഫെക്റ്റ് പ്രൂഫാണ്. ഗ്രേറ്റ്. ഇനി ഒരു ഫോട്ടോ ആ ബോസിന്റെയും കൂടി എടുക്കുക. എന്നിട്ട് പെട്ടെന്ന് പോകാം. ഓ, ഫ്ലാഷ് ഓൺ ആയിരുന്നു. കുറ്റിക്കാടിനുള്ളിൽ ആരാണ്? പിടിക്കവരെ. സ്കൂൾ കുട്ടികൾ സ്പൈ ചെയ്യുകയായിരുന്നു. നമ്മുടെ വീഡിയോ എടുത്ത് ഓടിക്കളയാമെന്ന് കരുതിയോ? എന്റെ ഫോൺ. നിങ്ങൾ ചെയ്യുന്നത് വളരെ തെറ്റാണ്. നമ്മുടെ മെഹുൽ സർ വരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ജയിലിൽ പോകും. മെഹുലോ അല്ലെങ്കിൽ വേറെ ആരുമോ ആകട്ടെ, ഈ കാട്ടിൽ നമ്മുടെ ഭരണമാണ്. പെട്ടെന്ന് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യും. ഈ കുട്ടികളെ ഇവിടെ തന്നെ കെട്ടിയിട്ടേക്കും. ഇവരെ ആരെങ്കിലും ഒക്കെ അന്വേഷിക്കുമ്പോഴേക്കും നമ്മൾ വളരെ ദൂരത്തെത്തിയിട്ടുണ്ടായിരിക്കും. സോയ, നിന്റെ പക്കൽ ഇവിടെ നിന്ന് രക്ഷപ്പെടുവാനുള്ള എന്തെങ്കിലും ജീനിയസ് വഴിയുണ്ടോ? അതോ ഞാൻ കരയുവാൻ തുടങ്ങണോ? കയറുകൾ വളരെ ടൈറ്റ് ആണ് ലക്ഷ്മി. ഐ ജസ്റ്റ് ഹോപ്പ് മെഹുൽ സർ പെട്ടെന്ന് എത്തും. എന്റെ ബാഗിലാണെങ്കിൽ 2 സ്പെഷ്യൽ പനീർ സമോസ ഉണ്ടായിരുന്നു. ഈ കല്ല് പോലെയുള്ള മരത്തിൽ പ്രസ്സായി അതിപ്പോ ഫ്ലാറ്റ് ആയി കാണും. ആരെങ്കിലും ഒന്ന് ഇവരെ മിണ്ടാതിരുത്ത്. തല വേദനിക്കുന്നു.
ഇത് ആരാ എറിഞ്ഞത്? എന്റെ ക്ലാസ്സിലെ കുട്ടികളെ തൊടുവാനുള്ള ധൈര്യം നിനക്ക് എങ്ങനെയുണ്ടായി? അറ്റ കുട്ടികളെ Please, അടിക്കൂ അവരെ, ചാടി വീഴും. ഈ കുട്ടികളെ പിടിക്കാൻ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാം. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കേണ്ടി വരുമെന്നാണ്. Game over. നിങ്ങൾ രണ്ടുപേരും വളരെ ധീരമായ ഒരു കാര്യമാണ് ചെയ്തത്. ഭാവിയിൽ എന്തെങ്കിലും അപകടം കണ്ടാൽ നിങ്ങൾ നേരെ മുതിർന്ന ആരെങ്കിലും അറിയിക്കണം. ഒറ്റയ്ക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലത്തിനൊന്നും ചെന്ന് ചാടരുത്. അണ്ടർസ്റ്റുഡ്? സോറി മാം, അണ്ടർസ്റ്റുഡ്. സോയ, മാഡം പറയുന്നത് വളരെ ശരിയാണ്. മിസ്റ്ററി സോൾവ് ചെയ്യുക, ബുദ്ധി ഉപയോഗിക്കുക എന്നത് വളരെ നല്ല കാര്യമാണ്. എന്നാൽ സേഫ്റ്റിയാണ് ആദ്യം വേണ്ടത്. മുന്നിൽ അപകടകാരികളായ ക്രിമിനൽസ് ആണെങ്കിൽ ഹീറോസിന് പോലും ബാക്കപ്പ് ആവശ്യമായി വരും. എപ്പോഴും എൽഡേഴ്സിന്റെ സഹായം തേടുക. ഞങ്ങൾ ഓർക്കാം സർ. ഹീറോസിന് നല്ലതുപോലെ വിശക്കുന്നുണ്ട്. മേഹുൽ സർ, നിങ്ങൾ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു. ഇതാ എന്റെ സ്പെഷ്യൽ പനീർ സമോസ. കുറച്ച് ഫ്ലാറ്റ് ആയി പോയി, പക്ഷേ ടേസ്റ്റ് അതുപോലെ തന്നെയാ. ലക്ഷ്മി, ഇതിൽ മാംഗോ സർപ്രൈസോ പച്ചമുളകോ ഇല്ലല്ലോ അല്ലേ? ഞാനും വിശ്വസിക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ Today, we're playing the most extreme games of hide and seek, like hiding fully camouflaged. ബൈ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.